ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്. ഇന്ന് പ്രത്യേകിച്ച് മറ്റേ കരച്ചിൽ വരില്ല കേട്ടോ. ഏത് അക്ബറിക്കാനെ വിളിപ്പിച്ചു, ആര്യനെ വിളിപ്പിച്ചു, നെവിനെ വിളിപ്പിച്ചു. അങ്ങനത്തെ കരച്ചിലുകളൊന്നും ഇന്ന് വരില്ല. ബിക്കോസ് കരച്ചിലുകൾ വരാനുള്ള സൈഡിലാണ് ഇന്ന് വെളുപ്പിക്കൽ കണ്ടത്. അനുമോളം നല്ല രീതിയിൽ പൊട്ടിയിട്ട് വെളുപ്പിച്ച് നല്ല വൈറ്റ് വാഷ് ചെയ്തോടെ നിർത്തി കൊടുത്തു. എന്താ പ്രശ്നം? ബിഗ് ബോസിന്റെ കുഞ്ഞും ബിഗ് ബോസിന്റെ ആരെങ്കിലും കാരണം ഇത്രയും അക്ബറും അവരൊക്കെ മറ്റേ എന്റെ മോളും ജർഗോന്റെയാണ്. ഇന്ന് അനുമോൾ ഇന്ന് ആരുടെയാണെന്ന് അറിയില്ലായിരുന്നു. ബിഗ് ബോസിന്റെ ചിലപ്പോ അല്ലെങ്കിൽ ആലേട്ടന്റെ ആരെങ്കിലും ആവും. അതൊന്ന് വിളിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം എന്താ പറയുക, ഓരോ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോഴും സാധാരണ വെളുപ്പിച്ചു എന്ന് പറയുന്നത് ഇത് ആരെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യം പറഞ്ഞു വെച്ചത്. ബിക്കോസ് എനിക്ക് കാണുമ്പോൾ മോസ്റ്റ് മെജോറിറ്റി വരുന്നത് ഈ അനുമോൾ ഫാൻസിന്റെ ഭാഗത്തുനിന്നും പിന്നെ അത് കഴിഞ്ഞാൽ അനീഷ് ഫാൻസിന്റെ ഭാഗത്തുനിന്നുമാണ് ഈ വെളുപ്പിച്ചു എന്നുള്ള ഐറ്റം വരുന്നത്. കാരണം ഇന്നത് കാണില്ലല്ലോ എന്നുള്ളൊരു ഇന്നലെ ആലേട്ടന്റെ ആരോണ് അമ്മയുടെ മോളാണ് ഇന്ന് അനുമോള്, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇനി തുടങ്ങിയിരിക്കുന്നത് നെവിനെ വെച്ചിട്ട് സ്ട്രൈറ്റ് അവേ അല്ലാണ്ട് വന്ന ഉടനെ തന്നെ നെവിനോട് ചോദിക്കുന്നത് എന്താ മോനെ നിന്റെ പ്രശ്നം എന്നുള്ളത്. കഴിഞ്ഞു പോകാൻ നേരത്തെ നെവിനോട് എന്താ മോനെ നിന്റെ പ്രശ്നം ചോദിക്കുന്നുണ്ട്. ഇത് മറ്റേ പലവട്ടം ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ പണി തരാം, 7ന്റെ പണി തരും, ഇതൊക്കെ പറയും, പിന്നീട് പോകും. ഷാനവാസിന്, ആര്യന്, അനു, ഇത് കുറേ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് പണി തരും, ലാസ്റ്റ് പോവാൻ നേരത്ത് മൂപ്പര് പണിയും. നാളെ എന്തെങ്കിലും കിട്ടും അറിയില്ല. അതെ, നാളെ കിട്ടിയാ കാണാം. എന്താണെങ്കിൽ ഇന്ന് 2-3 വട്ടം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന് പേടിച്ചിട്ടുണ്ട്. നെവിൻ ഇന്ന് ഒരു എപ്പിസോഡിലും കാണാത്ത പേടിയായിരുന്നു നെവിൻ ഇന്ന്. ബിക്കോസ് നെവിൻ എക്സ്പെക്റ്റഡ് ആണ്. നെവിന്റെ മനസ്സിൽ നെവിന്റെ സീൻ എന്താ വെച്ചെങ്കിൽ, നെവിൻ അവിടെ ആ ഒരു ഡ്രസ്സ് ഇട്ട് നടന്നതും പെട്ടി പാക്ക് ചെയ്തൊക്കെ നാടകമാണ്. അതിൽ ആരുടെ പറഞ്ഞ കൃത്യമാണ്, ഡ്രാമ, പ്യോർ ഡ്രാമയാണ്. കാരണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസിനും മനസ്സിലാവല്ലോ ഇവ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. ആൾക്കാരെയും കൂടി കാണിക്കാനും നെഞ്ചിനകത്ത് ചത്ത് മരിച്ച് കരയേരിയും, മനസ്സിലായില്ലേ? പുറത്ത് കാണിക്കുന്നില്ല. എനിക്ക് അധികം തോന്നിയിട്ടില്ല നെവിനെ അങ്ങനെ പേടിച്ചിരിക്കുന്നത്. കാരണം നെവിൻ എന്താ അറിയോ, ഫാമിലി, അതൊക്കെ അനുമോളും ടീമും പറയുന്നതിൽ കുറച്ചൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി റൗണ്ടും ബാക്കി ഗസ്റ്റും ബാക്കി ടീമും വന്നു പോയപ്പോ ഇവന് ഒരു കാര്യം ഉറപ്പായി, ഇവന് സപ്പോർട്ട് ഉണ്ട് ഭയങ്കര. പിന്നെ ഇവൻ കള്ളക്കുറുക്കനാ, ഇവന് ബിഗ് ബോസിന്റെ A to Z അറിയാം എല്ലാം കാണുന്നത്. അപ്പൊ ലാലേട്ടന്റെ എപ്പിസോഡിൽ സാറ്റർഡേ സൺഡേ ഇവൻ പറയുന്ന ഓരോ ഡയലോഗിനും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ക്ലാപ്സ് വന്ന് നോക്കാറുണ്ട്. ഇന്ന് ഇവന്റെ എതിരെയാണ് ആ ക്ലാപ്പ്, അതുകൊണ്ട് ഇവൻ ശരിക്കും മേടിച്ച്. നേരെ മറിച്ച് ഇവൻ പറയുമ്പോഴാണ് ആ ക്ലാപ്പ് എന്നുണ്ടെങ്കിൽ നെവിൻ എന്താ ഇന്ന് ലാലേട്ടനോടും പോടാപുല്ലേ, ബിഗ് ബോസിനോടും പോടാപുല്ലേ ആയിരുന്നു. പക്ഷെ ഇന്ന് ഇവനെതിരെ ക്ലാപ്പ്. അതെനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ടീം പറഞ്ഞടിപ്പിച്ചാ തോന്നുന്നു. കാരണം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ, കാരണം ഇവൻ അങ്ങനെ കളിക്കുന്ന ഒരുത്തനാ. അല്ല, പക്ഷെ ചില സമയത്ത് ക്ലാപ്പ് അടിക്കുന്ന ആൾക്കാരെ കാണിക്കുന്നില്ല, വെറുതെ സൗണ്ട് മാത്രമേ കേൾക്കാറുള്ളൂ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഇപ്പൊ കണ്ടസ്റ്റന്റ് ആയി നിൽക്കുമ്പോൾ നമുക്കറിയാലോ ക്ലാപ്പ് കേൾക്കണ്ടല്ലോ എന്നുള്ളത്, നമുക്ക് കേൾക്കും. ഇത് ഇന്ന് ഇവന്റെ എതിരെയാണ് ക്ലാപ്പ്. ആദ്യമ പൊളിഞ്ഞു നെവിൻ ആദ്യമ പേടിച്ചതാ. നെവിൻ നല്ല പേടി. നെവിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പല കാര്യങ്ങളും. നെവിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി പോവായിരുന്നു നെവിൻ. എന്താണ് അനുമോള് ഹാപ്പി ആയിരുന്നു, അനുമോൾക്ക് ഇങ്ങോട്ട് ബ്ലഷ് ചെയ്യുന്നു, അനുമോള് ഹാപ്പി. നിർവികാരത എല്ലാ ആഴ്ചയിലുള്ള നിർവികാരത ഒന്നില്ല. ഇന്ന് ബ്ലഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുതിയ കോംബോ കിട്ടിയല്ലോ, അനുമോളൊന്നും അറിയാത്ത പോലെ. പിന്നെയും അല്ലട്ട് അവരങ്ങനെ ചെയ്തു, കുറച്ചും കൂടി കൂട്ടി ഇടയിൽ കൂടെ കൂട്ടി കൊടുക്കണ്ട്. അൻഷി കോംബോ സെറ്റായി. അത് ഞാനത് നോട്ട് ചെയ്തിരുന്നു. കാരണം വണ്ടീനകത്തുനിന്ന് 100 കൈ ഇങ്ങനെ തോളത്ത് വെച്ചപ്പോ അനീഷിന് ഒടുക്കത്തെ ഇംഗ്ലീഷ് ആയിരുന്നു. അല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കാൻ വന്ന മുൻഷിയാ. ഏത് തുഞ്ചത്തെഴുത്തച്ഛൻ 2.0 ആണ് ആര്, ഈ പറഞ്ഞ അനീഷ്. എന്നിട്ട് ഇന്നലെ നോക്കുമ്പോ ഫുൾ ഇംഗ്ലീഷിൽ 100 എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇംഗ്ലീഷ്, പെരും ഇംഗ്ലീഷ്. അപ്പുറത്ത് ബാക്കിന്ന് നോക്കുമ്പോ ഇതേപോലെ കൈ അനുമോള് വെക്കുന്നുണ്ട് തലയിൽ. വെള്ളമുടിയാണെങ്കിൽ വെള്ളമുടി പറിക്കുമ്പോ വേദനിക്കില്ലേ തലയിന്ന്? ഇതിപ്പോ കൈ വെക്കുന്നു, തലേന്ന് മുടി പറിക്കുന്നു. കൊള്ളാം. എന്താണെങ്കിലും അതെന്താണ് ആ ലൈൻ അങ്ങനെ പോവാണെങ്കിൽ ഇത് കുറച്ച് മുന്നേ വരണ്ടിരുന്നു. എക്സൈറ്റിംഗ് ആയിരുന്നു അല്ലെ? മുന്നേ ഈ കോംബോ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ബെറ്റർ എന്നാണ് പറയാനുള്ളത്. കുറച്ചും കൂടി രസമായിരുന്നു ആ സംഗതി. എന്താണെങ്കിലും അവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും എൻജോയ് ചെയ്യുന്ന ലൈനിൽ രസമായിട്ട് എടുക്കുന്നുണ്ട് അവര്. അതൊരു രസമുണ്ട് സംഗതി. അപ്പൊ ആകെ മൊത്തം അനുമോക്ക് ഒരു 4-5 ആഴ്ചകൾക്ക് ശേഷം ബിഗ് ബോസിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീക്കെൻഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നെവിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക്
അനുമോളോടുള്ള പ്രശ്നം. നെവിൻ അത് പറയാൻ പറ്റുന്നില്ല. നെവിൻ അത് കൺവിൻസിംഗ് ആയിട്ട് പറയാനേ പറ്റുന്നില്ല. സാധാരണ എപ്പോഴും പറയുന്നതാണ് നെവിൻ എല്ലാം കറക്റ്റ് പോയിന്റ് പറയുന്നത് എല്ലാ എപ്പിസോഡിലും, എല്ലാ വീക്കെൻഡിലും. കടന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ചാടി നെവിൻ കടന്ന് വിരകി. നെവിൻ അറിയില്ല എന്താ റീസൺ ഉള്ളത്, നെവിൻ അറിയില്ല. ഈവൻ നമുക്ക് പ്രേക്ഷകർക്കാണെങ്കിൽ പോലും എനിക്കറിയാം റീസൺ. ഐ നോ ദ റീസൺ. അല്ല എനിക്ക് അങ്ങനെ പ്രോപ്പർ ആയിട്ട് എനിക്കറിയില്ല എപ്പോഴാ തുടങ്ങിയത്. എനിക്ക് ഞാൻ അസംപ്ഷൻ പറയട്ടെ. എനിക്കറിയുന്ന റീസൺ, വീട്ടുകാർ വന്നു പോയ സമയത്ത് നെവിന് ക്ലൂ കിട്ടിയ പോലെ തന്നെ നെവിന് വേറൊരു ക്ലൂവും കിട്ടിയിട്ടുണ്ട്. അനുമോക്ക് നല്ല ഫാൻ ബേസ്, മനസ്സിലായോ? അത് മാത്രമല്ല പുറത്ത് ആര്യൻ ഗിസൈൽ ഇഷ്യൂ ഒക്കെ ഇവക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് നല്ല രീതിയിൽ നെവിന് മനസ്സിലായിട്ടുണ്ട്. നെവിന് അത് മനസ്സിലായതുകൊണ്ട് തന്നെ നെവിൻ എന്ത് ചെയ്തിട്ടുണ്ട്, അനുമോളെ ടാർഗറ്റ് ചെയ്ത് പിടിച്ചു. മനസ്സിലായോ? അനീഷ് ഈസ് ഓൺ എ പോസിറ്റീവ് നോട്ട്, ഈ പറഞ്ഞ അനുമോൾ ഈസ് ഓൺ എ നെഗ് നോട്ട്. ആൻഡ് ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം ഉണ്ട് എന്നുള്ളത് അതാണ് കുല സാധനങ്ങളും അതും. പിന്നെ അത് മാത്രമല്ല ഓബിയസ്ലി ഇവളുടെ ഈ പറഞ്ഞ കുറച്ച് എക്സാജറേറ്റഡ് ഉള്ള സാധനങ്ങളും നെവിൻ എറിഞ്ഞു നോക്കുകയായിരുന്നു. ആര് കൊളത്തുന്നു, ഇവന്റെ ആവശ്യം അനുമോള് കുളത്തിലായിരുന്നു. കൃത്യമായിട്ട് അത് കിട്ടി. അനുമോൾ അവന് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുത്തു. പിന്നെ അത് ഗ്രോ ചെയ്യിച്ചു നെവിൻ. ആക്ച്വലി നെവിൻ അത് ഗ്രോ ചെയ്യിച്ചത്. നെവിൻ എന്ന് പറഞ്ഞാൽ ഈസ് എ പ്രോപ്പർ ക്രൂക്കഡ് ഷൂഡ് ഗെയിമറാ. അവനത് ഗ്രോ ചെയ്യിച്ചു, വാണ്ടഡ്ലി അത് ഗ്രോ ചെയ്യിച്ചു. അത് ഈ രീതിയിൽ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുചെന്നു. ആ ലൂപ്പിലേക്കാണ് ആര് പോയി പെട്ടെ, ബാക്കിയുള്ളവരൊക്കെ പോയി പെടുകയാണ് ഉണ്ടായത്. ഈ ആഴ്ച കണ്ടത് ആ പെടലിന്റെ ഈ ചക്രവ്യൂഹം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞ പോലെ തന്നെ ഇതിൽ പോയി പെടുന്ന ഒരവസ്ഥയിലാണ് കണ്ടത്. പക്ഷെ നെവിൻ എന്തറിയോ, ഇത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നെവിൻ അവിടെ കിടന്ന് തത്തിക്കളിച്ചത്. പല റീസൺസും നെവിൻ പറഞ്ഞത് ഒക്കെ ബ്ലണ്ടറാണ്, ഒരു സംഗതിയല്ല. അനുമോള് മറ്റേ ആണത്വത്തിന്റെ കാര്യം പറഞ്ഞു, അതൊക്കെ പിന്നെയാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞ ഒരു ഓർമ്മ എനിക്കില്ല കേട്ടോ സത്യം പറഞ്ഞത്. പിന്നെ അനുമോൾ എക്സ്പോസ്ഡും കൂടിയായി. ഓക്കെ, അത് അനുമോൾ ഫാൻസ് എന്താണെങ്കിലും ഇത് ആഘോഷിക്കുന്ന രാത്രിയിൽ അവരിത് പറയില്ല. അനുമോള് നൂറി ആദിലും 3 പേരും എനിക്ക് തോന്നിയിട്ടുണ്ട്, അവർക്കും കിട്ടിയിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നിയത് ആദ്യം കാണിച്ചതിൽ ആര്യം പോയിട്ട് അനുമോളെ കാലിൽ തോണ്ടുന്ന സമയത്ത് അനുമോൾ വാസ് സ്ലീപ്പിംഗ്, ഉറങ്ങാണ്. ഞാൻ സത്യത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത്രയും ദിവസം ഉറങ്ങാതെ കിടന്ന അനുമോളെ ഇവര് പോയിട്ട് ചൊറിഞ്ഞ് ക്ഷീണിച്ച് കിടന്ന അനുമോളെ മുഖത്ത് വെള്ളം തളിച്ചാണ്. അനുമോൾ ഓൾമോസ്റ്റ് സ്ലീപ്പിലാണ് അവിടെ. ആ സ്ലീപ്പായ സമയത്താണ് ആര്യം പോയിട്ട് തോണ്ടുന്നത്, മനസ്സിലായോ? എന്നിട്ടാണ് ആരെ വിളിച്ചോണ്ടല്ലേ, നെവിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവർക്കും കാര്യം മനസ്സിലായില്ലേ? അത്യാവശ്യം ഇതിനു വേണ്ടി കരഞ്ഞ ഒരുപാട് പേരുണ്ട്. അയ്യോ തളർന്ന് കിടന്നാൽ ആ വീടിനകത്ത് ഉറങ്ങാൻ പാടില്ല. പിന്നെ ബിഗ് ബോസിന്റെ മറ്റേ പട്ടി കുറയ്ക്കും ബിഗ് ബോസ് വിളിച്ചു പറയുന്നുള്ള സീന് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ, ആരൊക്കെയോ എവിടേക്കോ കിടന്നുറങ്ങിയിട്ടുണ്ട്, ബിഗ് ബോസും കിടന്നുറങ്ങിയിട്ടുണ്ട്. പട്ടി ഉറങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസിന്റെ പട്ടി ഉറങ്ങി, ബിഗ് ബോസും ഉറങ്ങി, അവരുടെ കണ്ടസ്റ്റൻസും ഉറങ്ങി. ഈ ഒരു ഒറ്റ സീസൺ ആയിരിക്കും ഉറക്കത്തിന്റെ ഓവർഡോസ് ഉള്ള സീസൺ. ലൈവ് കാണാൻ നമുക്കറിയാം ഇവരൊക്കെ അവിടെയും ഇവിടെ കിടന്ന് നല്ല ഉറക്കാ. പട്ടികോരി അവരെ പോയി ഉറങ്ങട്ടെ, എന്നാലും എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ വെച്ചിരിക്കോ. അങ്ങനത്തെ ഒരു സീസണാണ് ഈ സീസൺ. കഴിഞ്ഞ കൊല്ലൊക്കെ പട്ടി കുറച്ചതിനും ഉറങ്ങിയതിനും വരെ അടിയാ, കണ്ടന്റ് ആണ്, അടിയാണ്. ഇപ്രാവശ്യം അത് വെറും സിമ്പിൾ, അത് നോർമലൈസ് ചെയ്ത പട്ടിക്കൊന്നും ഒരു വിലയില്ല ഈ സീസൺ. അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ ചില പാതില മുഖത്ത് വെള്ളം തളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സോ ആ ആക്ട് ഇവർ അഡാപ്റ്റ് ചെയ്തു. മുഖത്ത് വെള്ളം തളിച്ചു. മുഖത്ത് വെള്ളം തളിച്ചതിന് ഒരു കുപ്പി വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് അനുമോളുടെ കുരുട്ട് ബുദ്ധിയാണ് എന്ത്, നീച്ച് നിന്നിട്ട് ക്യാമറനെ കെട്ടിപ്പിടിച്ചേക്കുക. അപ്പൊ ഇവ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോ ക്യാമറ പ്രോപ്പർട്ടി ഡാമേജ് ആവും, ഇവൻ പുറത്തു പോകും. മനസ്സിലായി? ഇതാണ് കുരുട്ട്. ഓളേക്കാ വലിയ കുരുട്ടാണ് ആര്, നെവിൻ. കാല് കൂടിയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അവിടെ കണ്ട നാടകം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാ. ഈ ബെഡ് അവിടുന്ന് മാറ്റാൻ സമ്മതിക്കാത്തത്, അപ്പുറത്ത് പോയി കിടന്ന് ഉറങ്ങുന്നതും. എന്നോട് ഇന്നലെ ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോ എന്നോട് സിമി ചോദിക്കുകയാണ്, സായി അത് ഹൈജീൻ ആണെങ്കിലോ, അതായത് വേറൊരാള് കിടന്ന ബെഡിൽ അനുമോക്ക് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് വെള്ളമായ ബെഡാണെങ്കിൽ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ബിഗ് ബോസിനകത്ത് സാറ്റർഡേ സൺഡേ ലാലേട്ടന്റെ എപ്പിസോഡ് ഷൂട്ട് നടക്കുന്ന ഒറ്റ ദിവസം. അന്ന് നമ്മളെ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വീടിന്റെ പുറത്തിരുത്തു. എന്തിന്? അവിടെ ഉള്ള പ്രോപ്പർട്ടീസ് ഓർഗനൈസ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും വേണ്ടി നമ്മളെ പുറത്തിരുത്തും. അങ്ങനെ പുറത്തിരുത്തുന്ന സമയത്ത് നമ്മളെ ബെഡ് വരെ അവർ മേക്ക് ചെയ്യും. മനസ്സിലായോ? വൃത്തികേടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും. എല്ലാ സാധനങ്ങളും ബ്ലാങ്കറ്റ് മാറ്റും, ബെഡ്ഷീറ്റ് മാറ്റും,
എല്ലാം ക്ലിയർ. അതായത് ഒരു കണ്ടസ്റ്റന്റ് പുറത്തു പോയാൽ അടക്കം ആ ബെഡ് അവിടെ മേക്ക് ചെയ്തിട്ടുണ്ടാവും അവര്. വൈറൽ അസുഖങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അവിടുന്ന് വേറൊരാളുടെ ബെഡ് കൊടുന്ന് ഇവിടെ ഇട്ട് വെച്ചിട്ട് ഹൈജീൻ ഇഷ്യൂ ഒന്നും ഈ അനുമുക്ക് വരാൻ പോകുന്നില്ല. ഇന്നലൊക്കെ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം, ഒരാളെ ഹൈറ്റിൽ ഡ്രസ്സ് കൂട്ടിയിട്ടുണ്ട് അനുമോൾ അവിടെ. ബാത്റൂം ഒക്കെ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ, ബാത്റൂമിൽ അതല്ല, ഒരു മല പോലെ ഡ്രസ്സ് കൂട്ടിയിട്ടുണ്ട് ഇന്നലെ അനുമോളുടെ മറ്റേ ഇതിന്റെ കബോർഡിന്റെ സൈഡിലായിട്ട്. പിന്നെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് ഇത്രയും വർത്താനം പറയുന്ന ആള് തലണക്കവറിനകത്താണ്. അപ്പൊ ഹൈജീൻ ഇഷ്യൂ ഒന്നും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനത്തെ വർത്താനം ഒന്നും പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും വിലപ്പോവില്ല എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ആ ഒരു ഉറങ്ങിയ സീന് അത് കാണിച്ചത് നന്നായി. കാരണം ആര്യൻ ഇട്ട് കൊടുത്തു. ആരും ഇട്ട് കൊടുക്കും? ആരും ക്യാപ്റ്റനല്ലേ. ഒരാൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇട്ട് കൊടുക്കായിരിക്കും. അതിന്റെ ബിഗ് ബോസ് വട്ടിയും കുറച്ച് ഒച്ചയും വിളി ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്യാപ്റ്റന്മാരെ തലയ്ക്ക് അവരെ ക്യാപ്റ്റൻ നോക്കിയില്ല, അങ്ങനെ നിങ്ങൾ 3 ക്യാപ്റ്റൻ ഉണ്ടായിട്ട് നിങ്ങൾ നോക്കിയില്ല എന്നുള്ള ചോദ്യം വരില്ല അവിടെ, ചോദിക്കും. അപ്പൊ അതും വീണ്ടും കച്ചറയാവും. മനസ്സിലായോ? അപ്പൊ അത് കാണിച്ചത് നന്നായി. ആ ഉറങ്ങിയത് എന്താണെങ്കിലും ആണ് പോന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു എൻറ്റയർ ഇഷ്യൂല് ഇന്ന് ലാലേട്ടൻ സംസാരിച്ച സമയത്ത് കൃത്യമായിട്ട് ഇവര് എടുത്തു കൊണ്ടുപോകാത്ത കാര്യം പറഞ്ഞു. പിന്നെ ഈ നെവിൻ ഭക്ഷണ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഇവര് ഭക്ഷണ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആ വീഡിയോ കാണിക്കുന്ന പാല് കുടിക്കുന്നത് അല്ല, പറ്റില്ല. ഇന്ന് പട്ടാവൽസിനെ ഒളിപ്പിച്ചാണ്. അപ്പൊ ഇന്നത് കാണിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അല്ല, അത് ആക്സെപ്റ്റ് ചെയ്തു കേട്ടോ. നൂറേനെ ഞാൻ ആ കാര്യത്തിലൊക്കെ സമ്മതിക്കുന്നു. നൂറ് അത് എന്ത് ചെയ്യുന്നില്ല, ഇല്ല എന്ന് പറയുന്നില്ല. നൂറ് കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവനെ പോലെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അത് പറയേണ്ട ആവശ്യമില്ല. പാലൊക്കെ എടുത്ത് മാക്കെന്ന് പറഞ്ഞ അടിച്ച സമയത്ത് വായനകത്ത് മെഷർമെന്റ് സ്കെയിൽ വെച്ചിട്ടല്ല കുടിച്ചത്, നല്ല അടിച്ചതാ. അവരത് കണ്ടിട്ടില്ല. അതെ, അത് എന്ത് എങ്ങനെ കട്ടാലും കള്ളനാണ്. അത് വേറെ ഒന്നും പറയാനില്ല. അവർക്കത് പറയാൻ ഇല്ല, കാരണം അവര് കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും രസം. അക്ബറിനും നെവിനും അവര് പാല് കുടിച്ച കഥ കണ്ടിട്ടില്ലല്ലോ. കാണിച്ചാന്ന് തീരുമാനമായി. അല്ല, അവര് കണ്ടിട്ടില്ല ശരിക്കും. അത് കാണിച്ചില്ല. ഇന്ന് അനുമോളുടെ ദിവസം. ഇന്ന് അനുമോളുടെ ഹാപ്പി ബർത്ത്ഡേ. ലാലേട്ടന്റെ കുടുംബക്കാരിയാണ് അനുമോള്. അതുകൊണ്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് അല്ല, പിന്നെ മറ്റേ ഷാനവാസിന്റെ ഷാനവാസിന്റെ കേസ് ഞാൻ പറയാം. ഷാനവാസ് പോയതിൽ എല്ലാവർക്കും സങ്കടം ഉണ്ട്. അവിടെ ആർക്കും അങ്ങനെ സങ്കടം ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നെവിൻ പറഞ്ഞത് ഇവര്. പിന്നെ അവര് ആദ്യം പറഞ്ഞതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, കാരണം നമ്മളാണെങ്കിലും വിചാരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല. അല്ല, ഞാനാണെങ്കിൽ ചിലപ്പോ അങ്ങനെ വിചാരിക്കും. ഈ ആണെങ്കിൽ വിചാരിക്കും എന്ന് പറയാം. പക്ഷെ ഈ ഒരു അക്ബർ PR ആവുമ്പോ അക്ബറിനെ വെളുപ്പിക്കില്ല, ആര്യനെ വെളുപ്പിക്കില്ല. ആ സമയത്ത് ഫിസിക്കൽ അസോൾട്ട് എന്ന പേരിൽ നെവിനെ പുറത്താക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. ഒന്നുമില്ല എനിക്ക് പറയാൻ പറ്റില്ല. അക്ബറിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ഷാനവാസ് കൃത്യമായിട്ട് അയാളെ അസുഖം എന്താണ്, പ്രശ്നങ്ങൾ എന്താന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരു മനുഷ്യൻ നെഞ്ചും പിടിച്ചു വിടും. ഒരാളയാളുടെ രോഗം, ബിഗ് ബോസ് പോലെ ഒരു ഷോയില് ഒരാളയാളുടെ രോഗം വെച്ചിട്ട് ഒരു കാർഡ് ഇറക്കിയ അത് പിടിച്ച് പൊളിഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഈ അക്ബർ ഇത് നാടകമെന്ന് വിചാരിച്ചോ, നെഞ്ചു വിളിച്ച് ഇരുന്ന് കഴിഞ്ഞാ ബിഗ് ബോസിന്റെ ടീം ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് ഒന്നുമില്ല. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതിന് മുന്നേ പല സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട്, വയ്യാത്ത പോലെ അഭിനയിച്ച് വീണിട്ട് പിന്നെ ഒരു പ്രാങ്ക് എന്ന രീതിയിൽ പറയുന്ന സാധനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് ഇയാൾക്ക് വയ്യ, അത് മനസ്സിലായി. ഞാൻ പറഞ്ഞ ആ മൊമെന്റ് ചിലപ്പോ അങ്ങനെ ചിന്തിച്ചേക്കാന്ന് ഞാൻ പറഞ്ഞത്. ചിന്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഡ്രാമ അത് മോശം അല്ല, ചിന്തിച്ചേക്കാം. പക്ഷെ അപ്പൊ പിന്നെന്താ ആ ഒരു പെട്ടെന്ന് പിന്നെ മനസ്സിലാവും ശരി ചിലപ്പോ അസുഖം, പിന്നെ ചിന്തിക്കുക ഹാർട്ട് പ്രോബ്ലം ഉണ്ടല്ലോ വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നെവിൻ പറയുന്നത് ആരും പറയുന്നത് എനിക്ക് സീനില്ല, അക്ബർ പറഞ്ഞു എനിക്ക് ഓക്കെ. അക്ബർ അത് പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ എന്റെ ഒരു പോയിന്റ് പറഞ്ഞു. അക്ബർ അങ്ങനെ പറയാൻ പാടില്ല, കാരണം അക്ബറിനെ അറിയുന്ന കേസ് അക്ബർ പറയാൻ പാടില്ല. അത് ലാലേട്ടനും ബിഗ് ബോസും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടിയിരുന്നു, ഹൗ ടു ബിഹേവ് എന്നുള്ളത്. ഒരു സീൻ വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുത്തതെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ആ സമയത്തേക്ക് അക്ബർ പറഞ്ഞപ്പോ അതില് പറഞ്ഞ ന്യായീകരണമാണ് ഏറ്റവും രസം. മറ്റേ അക്ബർ പറഞ്ഞില്ലേ ഇവര് ഞങ്ങളെ കുറ്റം പറയാന്ന്, ഞങ്ങൾ ചിരിച്ചു നടന്നു അങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് ആദില കുറ്റം പറഞ്ഞപ്പോൾ തിരിച്ച് ആദില ഷാനവാസ് പോയിട്ടും ഫുൾ ടൈം ചിരിച്ചും കളിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അല്ല ആദില പറഞ്ഞില്ലേ എന്താ എനിക്കിപ്പോ എങ്ങനെ എല്ലാ സമയത്തും സങ്കടപ്പെട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷെ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, അപ്പൊ ആദിലും ആ സമയത്ത് അതാണല്ലോ പറഞ്ഞത്, അക്ബർ ചിരിച്ചു എന്ന് പറഞ്ഞതിന് തിരിച്ചു പറഞ്ഞതില് ഞാൻ അതല്ല എനിക്ക് സീൻ തോന്നിയത് എന്താ കൊല്ലാൻ നോക്കിയില്ലേ സാധനം പറഞ്ഞു, ഭയങ്കര മോശമാണ്. കൊല്ലാൻ നോക്കിയില്ലേ എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ അതൊക്കെ ശരിക്കും ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് ചോദിക്കേണ്ട റൈറ്റ്. കൊല്ലാൻ നോക്കിയില്ലേ എന്നൊക്കെ പറയുന്നത് വളരെ മോശം പരിപാടിയാണ്. പക്ഷെ അതൊരു വേറെ കാര്യം, അത് ഫ്ലോയില് പറയും ചെയ്യും. കാരണം അത് ഫ്ലോയിലല്ല, ഈ 3 എണ്ണം കൂടി അവിടെ മറ്റേ മേക്കപ്പിന് അവിടെ ഇരുന്ന സമയത്ത് വീണ്ടും പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞെങ്കിൽ രസമുണ്ടായിരുന്നു, പക്ഷെ പിന്നെ പറയുമ്പോ അതാണ് പിന്നെ അതുള്ളത്. കാരണം അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ മെന്റലി ഇതാക്കാൻ വേണ്ടിട്ട് ചിലപ്പോ അതും പറയാം ആ സമയത്ത്. പിന്നെ പറയണത് അത് ഇതൊക്കെ ഇല്ല.
ഇതൊക്കെ കഴിഞ്ഞിട്ട് അനീഷിനോട് ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അനീഷ് ഞാൻ പറഞ്ഞ പോലെ കണ്ടന്റുകൾ മാറ്റി വെച്ചിട്ട് അനീഷ് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനീഷ് ഒരു നന്മയുടെ ഫേസിലാണ് ഇരിക്കുന്നത്. അത് പക്ഷെ അയാൾക്ക് ഭയങ്കര റോങ് അടിക്കും ആ സാധനം. കാരണം എന്താ പറയുക, ഈ സാബുമാൻ തുടരുന്നുള്ള രീതിക്ക് അവിടെ നിൽക്കുമ്പോൾ സാബുമാനും കണ്ടന്റ് ഇല്ല, അനീഷിനും കണ്ടന്റ് ഇല്ലാത്ത അവസ്ഥയാകുമ്പോൾ രണ്ടുപേരെ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. അനീഷ് ആ ഒരു നന്മയുടെ ഫേസിൽ പോകുമ്പോൾ എന്താ അറിയുക, ഇപ്പൊ ഞാൻ എന്റെ സീസണിൽ എനിക്ക് സംഭവിച്ചത്, ഈ സീസണിൽ നമ്മളെ അഭിലാഷിന് സംഭവിച്ചത്, ഈ സ്കീമിക്ക് കാര്യങ്ങൾ മാറും. ഇപ്പൊ ലാലേട്ടൻ വന്നിട്ട് നിങ്ങൾ നല്ലൊരു മനുഷ്യൻ കറക്റ്റ് ചെയ്തില്ലേ പറഞ്ഞു, ഇനി വരും ദിവസങ്ങളിൽ അയാളെ കണ്ടന്റ് വിടുവേ. മനസ്സിലായില്ല, അയാൾ ആ കെയർ സാധനം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കെയറിനായിട്ടാണ് പോവും. അത് ഈ ഫൈനൽ 2 വീക്കിൽ അത് ഭയങ്കര ബാഡ് അടിക്കുന്ന കാര്യമാണ്. കാരണം എന്താ, അപ്പുറത്തെ സൈഡിൽ ഇമാതിരി ഹെവി കണ്ടന്റുകളാ, ഭീകര കണ്ടന്റുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് പേഴ്സണാലിറ്റി അടിച്ചും വെച്ച്. അപ്പൊ ആ സാധനം അത് ഭയങ്കര ഒരു വളഞ്ഞു തിരിഞ്ഞ് പോകാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ടാസ്കുകളെ കുറിച്ച് ചോദിച്ചു തുടങ്ങി ലാലേട്ടൻ. ടിക്കറ്റ് ഫിനാലയിൽ ഓരോ ടാസ്കുകളെ കുറിച്ച് ചോദിച്ചു തുടങ്ങി. ഓരോരുത്തർ കളിച്ചതിൻ്റെ എക്സ്പ്ലനേഷൻ അവരുടെ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സാബുമാന് ലാലേട്ടൻ ചോദിക്കുമ്പോഴും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലല്ലോ, പറയാറില്ല. ചെക്കന് അവന് അതൊന്നും നടക്കും തോന്നുന്നില്ല എനിക്ക്. അവനെ കൊണ്ട് അത് നടക്കൂല. ചിലവർക്ക് പറയാനുള്ള കഴിവുണ്ടാവില്ല, അതാണ് പ്രശ്നം. ഇവന് സത്യത്തിൽ ഇവന്റെ ഒരു ഐറ്റം എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. നല്ല ഡാൻസറാന്ന് പറഞ്ഞു, പക്ഷെ അന്നാ സർക്കസ് അല്ല, ഡാൻസ്, മാരത്തോൺ ഡാൻസ് ഉണ്ടായിരുന്നു. മാരത്തോൺ ഡാൻസിനും അങ്ങനെ വലിയൊരു വാവ് അടിപ്പിക്കുന്ന പെർഫോമൻസ് ഒന്നും കണ്ടില്ല. അങ്ങനെ ആകെ മൊത്തം ഇവനൊരു എന്താണ് ഇപ്പോഴും അല്ലേ, ആരുടെ ഇവൻ എന്നുള്ള ആണ്. പക്ഷെ എന്നാലും ഇവൻ എന്താണ് ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിനൊരു ക്യൂരിയോസിറ്റി എനിക്ക് ഇപ്പൊ തോന്നി തുടങ്ങി. എന്താണ് ഐറ്റം എന്നുള്ളത്, ഇവൻ പോയില്ലെങ്കിൽ ഇവൻ എന്താണെന്ന് അറിയണല്ലോ. അപ്പൊ ഞാനാലോചിച്ചത് സാബുമാൻ തുടർന്ന് കപ്പും കൊണ്ട് പോവാന്നാണ് നോക്കുന്നത്. ആൻഡ് അഗെയിൻ കമ്മിങ് ടു ദാറ്റ് കാർ ടാസ്ക് വരുമ്പോ അതിനകത്ത് ഇതിന് ഈ അനീഷ് ഇന്നലെ ഇവര് പിടിച്ചു തള്ളി ഉന്തി പിടിച്ചു എന്നുള്ളല്ലോ. ശരിക്കും കാർ ടാസ്ക് ഇന്നലെ വളരെ കൂളായിട്ടാ പോയത്. എന്തായിരുന്നു ശോഭയും ആ സീസണിലെ കാർ ടാസ്കിലെ സീൻസ് ആണ്. ഇന്നലത്തെ വളരെ എന്താ പറയാ ലോ സാധനമായിരുന്നു. ഇന്നലെ ആകെ ഉള്ളത് ആദിലേന്റെ നോട്ടം മാത്രമാണ്. പൊസസീവിന്റെ ആളറിയോ, ആദിലേക്ക് പ്രശ്നം അനീഷിനെ തള്ളി പുറത്തിരുന്നത് അനീഷിനെ പുറത്താക്കിയിട്ട് നൂറയ്ക്ക് ജയിക്കാൻ വേണ്ടിട്ടല്ല. ആദിലിന്റെ സീൻ ഇന്നലെ എന്താ മനസ്സിലായോ, ആരിന്റെ കൂടെ ആരിക്കണേ ചോറരിക്കണേ പെട്ടില്ലേ. അപ്പൊ പിന്നെ എന്താണ് ഇത്ര അടുപ്പിച്ചല്ലേ ഇരിക്കണേ, അനീഷ് പോയല്ലോ അപ്പുറത്ത് സീറ്റ് അനീഷും നൂറി സംസാരിക്കുമ്പോ അതില് ബാക്കുന്ന അനീഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, പുറത്താക്കാൻ ഡോറ് തുറക്കുക, എന്തൊക്കെ ഒരു ഇത് കാണിക്കുന്നത് എനിക്ക് കണ്ട ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ. പിന്നെ ഏറ്റവും വെറുപ്പിച്ചത് മറ്റേതാണ് അനുമോളും അക്ബറിന്റെ സാധനം, അനുമോള് കൈയിട്ടത് പറഞ്ഞത് സ്റ്റാൻഡേർഡ് സാധനം. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു അക്ബറിന്റെ പാട്ടായിരുന്നു. പിന്നെ നമ്മളെ മീൻമുള്ള് അരച്ച് കലക്കി കുടിക്കുന്ന ഞാൻ ഒന്നും പറയണില്ല, തിന്നൊന്നും കിട്ടില്ല പറയരുത്. അനുമോളെ സ്കീം അല്ല, ഒരു ദിവസം അനുമോള് വീട്ടിൽ കിടന്നവളാണ് ഞാൻ. അതേ അനുമോള് ആരിന്റെ അടുത്ത് നിന്നെ പോലെ ഒന്നും കിട്ടാത്തോടത്ത് വന്നാളാ, ഞാൻ ലക്ഷ്വറായിട്ട് ജീവിച്ചു വന്നാളാ. ഇന്ന് ശ്രദ്ധിച്ചങ്ങള് നിന്നെ പോലെ ഞാൻ ലക്ഷ്വറായിട്ട് ജീവിച്ചതാ, ഞാൻ സുഖിച്ച് ജീവിച്ചതാ. അപ്പുറത്ത് പോയിട്ട് അതേപോലെ അനുമോൾ നെവിനോട് ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, എന്താ നിന്നെ പോലെ തിന്നാൻ കിട്ടാത്ത സ്ഥലത്തല്ല വന്നത്, നീ തിന്നെ കൊറേ തിന്ന് നടക്കാണ് ഞാൻ കൊറേ ജീവിച്ചാടാന്നൊക്കെ. എന്നിട്ട് അപ്പുറത്ത് അതേ പറഞ്ഞ ഒരു സൈഡില് ചാണകം മെഴുകിയ വീട്, ഇപ്പുറത്തെ സൈഡില് ലക്ഷ്വറി. അയ്യോ ഭീകരം. എന്നാലും അനുമോളുടെ എന്തായാലും നല്ല രസമുണ്ട് ഈ സീസണ്. എന്തായാലും പുറത്തിറങ്ങി നല്ല വിറ്റാവും. അല്ല പിന്നെ അതിന്റെ ഇടയ്ക്ക് അനുമോള് പറഞ്ഞില്ലേ അക്ബറാണ് എല്ലാം തുടങ്ങി വെച്ചത്, അതാണ് ഏറ്റവും രസം. അക്ബർ അതെന്താ പാത്രം കഴുകാൻ പറഞ്ഞത് മറന്നുപോയി. അല്ല, അനുമോൾ ഉദ്ദേശിച്ചത് ലാലേട്ടൻ ചോദിച്ചത് ബാക്കിൽ നിന്ന് പിടിച്ച ആരിന്റെ കേസാണ്. അനുമോള് പറഞ്ഞതും ഈ പറഞ്ഞ അക്ബറിനെ. പക്ഷെ ലാലേട്ടൻ ഒന്നും കൂടി ചോദിച്ചപ്പോൾ അനുമോക്ക് മനസ്സിലായല്ലോ, പെട്ടല്ലോ നാഥാ. പിന്നെ നേരെന്ത് ചെയ്യാ. അല്ല അത് അനുമോള് കാരണം പറഞ്ഞറിയോ, അക്ബർ പാത്രം കഴുകാൻ പറഞ്ഞു, അതാണ് റീസൺ തുടങ്ങിയത്.
രാത്രി സമയത്ത് ഇരുട്ടത്ത് പാത്രം കഴുകുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ വരും. മനസ്സിലായോ? ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അതങ്ങനെ വന്നോണ്ടാണല്ലോ രാവിലെ പിടിച്ച് കഴുകാൻ പറഞ്ഞു. ഇതിന്റെ മെയിൻ റീസൺ ഷാനവാസിന്റെ ഈ സംഗതിയുടെ മെയിൻ റീസൺ ഒന്ന് ഷാനവാസ്, പ്രൈം റീസൺ ഷാനവാസ് തന്നെ സ്വയം. രണ്ടാമത്തെ റീസൺ അനുമോളാണ്. അതിൽ പെട്ടത് അനുമോള് കാരണമാണ്. ആണ് അനുമോക്ക് വേണ്ടിയാണ് ഷാനവാസ്. ഈ ഷാനവാസിന്റെ തിരിച്ചുവരവിൽ ഒരു സാധനം ഉണ്ടാവും. എന്താ അറിയോ, ഈ പറഞ്ഞ അക്ബർ, ആര്യൻ പിന്നെ നെവിനിൽ ആരും പോയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോ ഓഹോ നിങ്ങൾ ഞാൻ വിളിച്ചപ്പോ ഡ്രാമ എന്ന് പറഞ്ഞല്ലോ തുടങ്ങും. ഷാനവാസ് തുടങ്ങും. ഷാനവാസ് തുടങ്ങാതിരിക്കുന്നില്ല. ഷാനവാസിന്റെ അത് മാത്രല്ല, ഷാനവാസ് ഭയങ്കര ക്ലോസ് ആവും ഞാനോട്, അനീഷിനോട്. ഒറ്റ സുഹൃത്ത്, മനസ്സിലായോ? പിന്നൊന്നും കുത്താത്ത ഒറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് കയറും ചെയ്യും. അത് ഉറപ്പാ. വേറെ സാധനം ശ്രദ്ധിച്ചൊന്ന്, അനുമോള് ആദില നോറേനെ ഇട്ടുകൊടുത്തു. അതായത് ആരും ഒപ്പം നിക്കില്ല, ഒരു പ്രശ്നം വരുമ്പോ എല്ലാവർക്കും കണ്ടന്റ് ആണെന്ന് പറഞ്ഞ ഇട്ടുകൊടുത്ത്. നൂറ് അത് കഴിഞ്ഞ് സംസാരിക്കാൻ കയറിയപ്പോ അനുമോക്ക് ഇട്ടുകൊടുത്തു, തിരിച്ചും കൊടുത്തു അല്ലേ? നൂറ് അനുമോക്ക് നല്ല അടി തിരിച്ചും കൊടുത്തു. ഇവിടെ ഭാഗത്തും തെറ്റുണ്ട് സാധനം നേരെ തിരിച്ചടിച്ചു കൊടുത്തു. ഇവര് കിണ്ണം കണ്ടസ്റ്റൻസ് ആട്ടോ. അതിലോ നൂറാന്ന് പറഞ്ഞാ ഈ സാധനം ഉണ്ടല്ലോ, ചില സമയത്ത് അവര് ഭയങ്കര പൊട്ടത്തരം കാണിക്കും. പക്ഷെ നൂറ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല, ആദില ഞാൻ കാണിച്ച് കണ്ടിട്ടുണ്ട്, ബ്ലണ്ടർ അടിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടിയുള്ള ഡെഡ്ലി കോംബോ അല്ലെ. പല കോംബോസും വന്നു പോയി കണ്ടിട്ടുണ്ട് നമ്മള് ബിഗ് ബോസിൽ. പക്ഷെ ദിസ് ഈസ് എ ബ്ലഡി ഡെഡ്ലി കോംബോ. ഭയങ്കര. ഇതിനകത്ത് ഇവർ ഈ ലേഡി കാർഡ് ഉപയോഗിക്കുന്നത് മാത്രമാണ്. അത് എനിക്ക് തോന്നി അനുമോളൊപ്പം കൂടിയതിനു ശേഷമാണ് ഇവർ സ്ത്രീ കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആ പകർച്ചവ്യാധി സ്ത്രീ കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇവർ അവിടുന്ന്, ജെൻഡർ കാർഡ് ഇവർ ഉപയോഗിക്കാൻ തുടങ്ങിയത് അവിടെ. കാരണം അവര് റെപ്രസെന്റ് ചെയ്ത് വരുന്ന കമ്മ്യൂണിറ്റീനെ വരെ അവർ കാർഡാക്കിയിട്ടില്ല. അതുവരെ അവർ പ്രൊജക്ട് ചെയ്തിട്ടില്ല, വോണ്ടലി അവരെവിടെയും പ്രൊജക്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവർ ഈ അനുമോളുടെ ഈ പറഞ്ഞ പട്ട ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഈ ജെൻഡർ കാർഡ് എടുത്തുള്ള അടി തുടങ്ങിയത്. ഇന്നും ടിക്കറ്റ് ഫിനാലേന്റെ സാധനം നൂറയ്ക്ക് കിട്ടിയതിനു ശേഷം ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയുമ്പോ അവര് പറയുന്നതാ ഒരു സ്ത്രീയുടെ എഫേർട്ട്. ലാലേട്ടനും പറഞ്ഞല്ലോ ഒരു പെൺകുട്ടിക്ക് കിട്ടിയത്. അപ്പൊ ലാലേട്ടനോട് പറയേണ്ടിയിരിക്കും എന്ത് ഒരു അത് അക്ബറിനുള്ള അടിയാ ഒരു സ്ത്രീക്ക് കിട്ടിന്ന് പറഞ്ഞത്. അക്ബർ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടുണ്ടല്ലോ. ഒരു വട്ടം പറഞ്ഞത് ഈ അക്ബറിനോടുള്ളവരെ ദേഷ്യം എന്താന്നുള്ള എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. എനിക്കറിയില്ല, ഞാൻ സത്യം പറഞ്ഞ എനിക്ക് കമന്റ് സത്യം പറഞ്ഞ കാരണം അറിയോ എന്തുകൊണ്ടാണ് ഇവര് 3 പേർക്കും അക്ബറിനുള്ള ദേഷ്യം പറഞ്ഞത്? 3 പേർക്കല്ല, ആദില നോറയ്ക്ക് അക്ബറിനോടുള്ള ദേഷ്യം എന്താ? അക്ബർ അന്ന് ഫാമിലി റൗണ്ടിൽ ഒരു അടി അടിച്ച് ദിയാസനെയും ടീമും അല്ലേ അവിടെയാണ് പൊളിഞ്ഞത്. അവിടെ മുതൽ ഈ ശ്രദ്ധിച്ചാ മതി. അത് മുതൽ അങ്ങോട്ട് ഇവര് പിടിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വരുന്ന ആണ് അതിന് ബാക്കിക്ക് അടിച്ചു നോക്ക്, ഇത്ര ഇല്ല. മനസ്സിലായോ? അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അടി തുടങ്ങുന്നത്. അക്ബറിനായിട്ടുള്ള സമയത്ത് പറഞ്ഞല്ലേ അവർക്ക് അത് ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. ശരിയാണ്, സംസാരിക്കുകയും ചെയ്തത്. പക്ഷെ അവർക്ക് ഭയങ്കര ഹേർട്ടായിട്ടുണ്ട്. അതുണ്ട്, മനസ്സിലായി. പക്ഷെ ആ സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അക്ബർ പറഞ്ഞ മോശമാണ് അതിനകത്ത്, വേറൊന്നും പറയാനൊന്നുമില്ല. ഇനി അക്ബർ പോയി സോറി ചോദിച്ചാലും അത് ഒരാൾക്ക് എത്രത്തോളം ഹേർട്ട് ആവും എന്നുള്ളത് ആ വ്യക്തിക്ക് അത് അറിയാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും എനിക്ക് എവിടുന്നാണ് ആ സാധനം. എനിക്കും അറിയില്ല, സത്യം എനിക്ക് അറിയണ്ടെന്നില്ല ഇത് എവിടുന്ന തുടങ്ങി എന്നുള്ള കാര്യം. ഇത് അവിടുന്ന് തുടങ്ങിയത്, രണ്ടുപേരും ആ സാധനം അവിടുന്നാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതേപോലെ ലാസ്റ്റും പറയണ്ടല്ലേ മറ്റേ അപ്പോഴും എന്തോ വീട്ടുകാരെ കാണണമെന്നോ എന്തോ പറയണ്ടേ? അല്ല, വീട്ടുകാരെ മുന്നിലും നമ്മള് ഒരു ആൺതുണ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ആ സാധനം ഒരാണ് ആണ്ടൊപ്പം ജീവിക്കുന്നുള്ള സാധനം വീട്ടിൽ പറഞ്ഞോടെ അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങൾ കുറെ പറയുന്നുണ്ട്. അത് നല്ലതുമാണ്. കാരണം എന്താ പറയാ, ഒരു തരത്തിൽ അതൊരു ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. കാരണം അവരുടെ ആ പേഴ്സണൽ ലൈഫിൽ അവർ അനുഭവിച്ചല്ലോ പറയുന്നത് അവര്. പക്ഷെ ഈ പറഞ്ഞ ജെൻഡർ സാധനം എന്താ പറയോ, പറഞ്ഞോട്ടെ, പറയുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല. ഓപ്പോസിറ്റുള്ള എടി ഞാൻ പറയുന്നത് എന്താ അറിയോ, അവരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞോട്ടെ. ആസ് എ വുമൺ, ആസ് എ മാൻ ഞാൻ അനുഭവിച്ചത് നമുക്ക് പറയാം. ഞാൻ ഈ ജെൻഡറിൽ പെട്ട ഒരാളായതുകൊണ്ട് ഈ ജെൻഡർ എനിക്ക് തരുന്നൊരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ ഞാൻ അനുഭവിച്ചത് പറയാം, എനിക്ക് കിട്ടുന്ന പ്രിവിലേജ് എനിക്ക് പറയാം. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ജെൻഡറിനെ ഇടിച്ചു തരം താഴ്ത്തരുത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആണാണെങ്കിൽ ഒരു അതിനൊക്കെ അനുമോള് എന്താ അറിയോ, അനുമോള് അത് കഴിഞ്ഞിട്ടുള്ളു, വേറെ ആരും ഇല്ലെങ്കിലും അനുമോള് നീ ആണാണോടാ, നീ ആണുങ്ങളെ കണ്ടിട്ടില്ലടാ, നീ ആണെന്താ പഠിച്ചിട്ട്. ശരിക്കും ലാലേട്ടൻ ആ സാധനം എന്താ അറിയോ ശരിക്കും ചോദിക്കണം അനുമോളോട്, എന്താണ് അതൊന്നും ചോദിക്കില്ല, ചോദിക്കണം എന്താണ് ആണത്തത്തിന്റെ മീറ്റർ എന്നുള്ളത്. പക്ഷെ അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ, അനുമോക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ കുണുമോൾ ഫാൻസ് പുറത്ത് പിന്നെ ലാലേട്ടനെ വരട്ടും, മറ്റേത് മറിച്ച് പല ക്യാരക്ടറിന്റെ സാധനം. ലാലേട്ടന് പിന്നെ പൊങ്കാലയാണ് കുണുമോൾ ഫാൻസ്. ലാലേട്ടന് വേറെ സാധനമുണ്ട് ഇതിനിടയില്, അനുമോൾ ഫാൻസ് ആണ് എന്ന് പറഞ്ഞ് ഫേക്ക് അടിച്ചിട്ട് അനുമോൾ ഫാൻസിനെയും
കപ്പെടുത്തുന്ന വേറെ കുറെ ഐറ്റം കൂടി. അതും ഞാൻ പറയാലോ, അനുമോൾ ഫാൻസ് ആണ് ഞാൻ നോക്കുമ്പോ അനുമോൾ ഫാൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിനുവിനെ വിളിച്ചു ചോദിച്ചേ ഇന്നലെ, അല്ല വിനു ലാലേട്ടനൊക്കെ എതിരാണല്ലോ പറയുന്നത്, ഇത് ഏത് ഈ അനുമോൾ ഫാൻസ് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. എന്റെ മുൻസായി എനിക്കൊന്നും അറിയാൻ പാടില്ല, മനസ്സിലായോ? അതായത് ഇപ്പൊ അങ്ങനെയൊരു ലൈന് പോകുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്തിട്ട് വിറ്റല്ല, ഇപ്പൊ എന്ത് ചെയ്തിട്ട് ലാസ്റ്റ് അനുമോൾ ഫാനാണ് എന്ത് ചെയ്യാ ലാസ്റ്റ് പറയാൻ പറ്റൂലേ, വല്ലോടത്തും കൊണ്ട് എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ ലാസ്റ്റ് ആരാ, ഞാൻ അനുമോൾ ഫാനാണോ? മറ്റേ രാഷ്ട്രീയത്തിലൊക്കെ കേറിയിട്ട് വല്ല ചീത്ത അനുമോൾ ഫാനാണ്, മുഖ്യമന്ത്രി രാജിവെക്കുക, ഞാൻ അനുമോൾ ഫാനാണ്. അനുമോളൊക്കെ കപ്പടിച്ചിട്ട് ഇനി ലാസ്റ്റ് കേരളത്തില് അവധി കൊടുക്കണം എന്നൊന്നും പറയരുത് കേട്ടോ പ്ലീസ്. LKG കുട്ടികൾക്ക് അത്രയും ഒരു വില കൊടുത്തിട്ടുള്ളത് ചെറിയ കുട്ടികളല്ലേ, ചെറിയ കുട്ടികൾക്ക് എന്താ പവറില്ലേ? പവറല്ലേ ഉദ്ദേശിച്ചത്, കുറച്ചും കൂടി ഒരു പ്രായം പക്വതൊക്കെ ആവുമ്പോ ഒരേന്നുള്ള രീതിയിലായിരുന്നു. ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ചാനൽ ഏതാ? ചെറിയ കുട്ടികളതാണ്, കിഡ്സ് വീഡിയോ, എന്താ മെലോണോ എന്താ കുട്ടികളെ പവറാ കണ്ടത്, മനസ്സിലായോ? ഈ കുട്ടികളെ പറയരുത്. അങ്ങനെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഒടുക്കത്തെ മോട്ടിവേഷൻ ബൈ ആര്യൻ ഖത്തൂരിയ. ഓ അമ്മാതിരി മോട്ടിവേഷനാണ് കൊടുത്തിട്ടുള്ളത് നെവിന്. അല്ല, അനുമോളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോ, അനുമോളുടെ ഫാൻസിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ ഒരു സന്തോഷമുള്ള ഒരു എപ്പിസോഡാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഓപ്പോസിറ്റ് ടീമിനെ വലിച്ചു കീറിയിട്ടില്ല. സാധാരണ രീതിയിൽ അക്ബറിന്റെ അല്ലെങ്കിൽ ആര്യന്റെ നെവിന്റെ വിഷയം പറയുമ്പോ അനുമോളെ വലിച്ചു കീറുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഗ്രാവിറ്റിയിൽ ഇപ്പുറത്ത് വലിച്ചു കീറൽ നടന്നിട്ടുമില്ല. അതും വേണമല്ലോ പറയാം, അങ്ങനെ ഒരു വലിച്ചു കീറൽ നടന്നിട്ടില്ല. നെവിനെ ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ നെവിനെ ഞാൻ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്. കുറെ ചോദിച്ചിട്ടും അങ്ങനെ കറക്റ്റ് ക്ലിയർ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് ഒരാള് മറുപടി പറഞ്ഞ പോലെ എങ്ങനെ മറുപടി പറയാൻ പറ്റും? മറുപടി പറയാൻ മാത്രം എന്ത് അവരെ ഒരു സാധനം വേണ്ടേ? അതില്ല. മറുപടി പറയാനുണ്ടായിരുന്നത് അക്ബർ ആയിരുന്നു. അക്ബർ പറയാൻ വേണ്ടി വായർന്നു, ഇല്ല അനുമോക്ക് സ്പേസ് കൊടുക്കൂ, ഇന്ന് അനുമോക്ക് കൊടുക്കൂ, അനുമോക്ക് സ്പേസ് കൊടുക്കൂ. ഇന്ന് നെവിനും അക്ബറിനും ബ്ലാക്ക് വാഷും അനുമോൾക്ക് വൈറ്റ് വാഷ് ചെയ്യുന്നു. നീ എന്താ ഈ കളർ വെച്ചിട്ട് പറയുന്നത്? വൈറ്റ് വാഷ് ഉദ്ദേശിച്ചത് അതല്ലേ, കുമ്മായം. വൈറ്റ് വാഷ് നമ്മൾ ഉദ്ദേശിച്ചത് വൈറ്റ് കളറല്ലേ വരിക, വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാല് അതന്നെ പറഞ്ഞു, പെയിന്റടി ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അനുമോൾ ഫാൻ പോലെ സംസാരിക്കില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രത്യക്ഷത്തിൽ അക്ബർ ബിയാർ ആണെങ്കിലും ഇവളൊരു കുണുമോൾ സ്ലീപ്പർ സെല്ലാണ്. ഇവളൊരു കുണുമോൾ സ്ലീപ്പർ സെല്ലാണ്. ഞാൻ പറയുന്നു, ഇവളൊരു അനുമോൾ സ്ലീപ്പർ സെല്ലാണ്. കാരണം ഞാൻ പറയാം, ഇവളും ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ്, അനുഭവിക്കാണ്. എന്തൊരു തങ്കപ്പെട്ട കുട്ടി അറിയോ അനുമോള്, ആ ഒരു നിഷ്കളങ്കത, എന്തൊരു റിവേഴ്സ് സൈക്കോളജിയാണ് ആദ്യം പറഞ്ഞ പോലെ. ഇതിങ്ങനെ പറഞ്ഞ് ആ ഭാവത്തിന് ഇങ്ങനെ പറയൂട്ടാ. ഞങ്ങൾ അനുമോൾ ഫാൻസ് അസ്വസ്ഥരാണ്. ഞാനോട് ഇറങ്ങി തരാം. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോട്ടെ. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ നോക്കാം.